നാട്ടിൽ സാധനങ്ങൾ പാക്ക് ചെയ്ത കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വഷ്ണയില പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് വഷ്ണയില വെച്ചിട്ട് ഇന്ന് വഷ്ണയപ്പം അഥവാ കുമ്പളപ്പമാണ് റെഡിയാക്കുന്നത്. ഈ ഒരു വഷ്ണയില അടുത്ത വർഷം ഞാൻ അല്ലെങ്കിൽ എപ്പോഴാണോ നാട്ടിൽ പോകുന്നത് അന്നേരം വരെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഇന്ന് നാട്ടിൽ നിന്ന് പച്ചച്ചക്ക കൊണ്ടുവന്ന് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. അതും ശർക്കരയും കൂടെ വെച്ചിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ചക്ക വെച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് കരുതി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങ ഫ്രീസറിൽ ഇരുന്നാണ്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കുമ്പളപ്പത്തിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇതിനായിട്ടുള്ള മാവ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇലയാണെങ്കിൽ ഇതുപോലെ കുമ്പിള് പോലെ നമുക്ക് കുത്തിയെടുക്കണം. അതുകൊണ്ടാണ് ഇതിനെ കുമ്പളപ്പം എന്ന പേരിലും അറിയപ്പെടുന്നത്. നാട്ടിലൊക്കെയാണ് ഈർക്കിൽ വെച്ചിട്ടാണ് കുത്തി വെക്കുക. പക്ഷേ ഞാനിവിടെ ഈർക്കിലില്ലാത്തതുകൊണ്ട് ടൂത്ത് പീക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ഇലകളും ഇതുപോലെ കുമ്പിള് കുത്തി എടുക്കണേ. അപ്പം ഞാനിപ്പം എല്ലാ ഇലകളും ഇതുപോലെ കുമ്പിള് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ, അതാണെങ്കിൽ ഈ ഒരു കുമ്പിളിനകത്തേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കണേ. എന്നിട്ട് നടുക്ക് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഇതിനുള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് നിറയ്ക്കണം. നിറച്ചതിന് ശേഷം ഇതിനെ ഇതുപോലെ കൈവച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം. നമ്മുടെ ഒരു കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് കുമ്പളപ്പം റെഡിയാക്കുന്നത്. ഞങ്ങളുടെ പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ കോമൺ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളപ്പം റെഡി. ചക്കയപ്പമെന്നും ഇതിന് പറയാറുണ്ട്. പല നാടുകളിലും ഇത് ഇല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അപ്പം. ഞങ്ങളുടെ നാട്ടിലെ കോമൺ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ ഞങ്ങൾ കഴിക്കണതാണ്. ചക്ക സീസണിൽ മിക്ക വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ചക്ക അകത്ത് ഫില്ലിങ് വെച്ചതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ നാട്ടിലിങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇനി വഷ്ണയില കിട്ടാത്ത സ്ഥലങ്ങളിൽ കറുവായില വെച്ച് ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.